वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMECT അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കാനുമൊക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട്. അവരവരാവശ്യപ്പെട്ട എല്ലാ കാര്യത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി നമുക്ക് സെപ്റ്റംബർ മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. ഇടവൻ രാശിയിൽ വ്യാഴവും, മിഥുനൻ രാശിയിൽ കുജനും, കർക്കിടകത്തിൽ ചന്ദ്രനും ബുധനും, സൂര്യൻ ചിങ്ങത്തിലും കേതു കന്നി രാശിയിലും, ശനി വക്രഗതിയിൽ കുംഭരാശിയിലും, സർപ്പി മീനൻ രാശിയിലുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹസ്ഥിതി. ഇതിൽ ബുധൻ, സൂര്യൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശികളിലേക്കും സംക്രമിക്കുന്നുണ്ട്. ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാരുടെ ഫലങ്ങളെ വിശദീകരിച്ച് പറയാം. ഇടവൻ രാശിയിലുള്ള കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകീരത്തിൻ്റെ 1, 2 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ, ചന്ദ്രദശ, കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശുക്രൻ്റെ പഞ്ചമ ഷഷ്ടമ ഭാവസ്ഥിതി കൊണ്ട് മാനസികമായിട്ടുള്ള സന്തോഷവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. നൃത്തം, കലകൾ, സംഗീതം എന്നിവയിലൊക്കെ താല്പര്യം കൂടുതലുണ്ടാവും. സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും അനുഭവിക്കാൻ കഴിയും. കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഉയർച്ചയുണ്ടാകും. ഏത് കാര്യവും 1-2 വട്ടം ആലോചിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയും. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ കഴിയും. ഗുരുക്കന്മാരുടെ അനുഗ്രഹവുമുള്ളൊരു സമയം തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിൻ്റെ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയുണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരവും ചെലവും ഒരുപോലെയുള്ളൊരു മാസം തന്നെയാണ്. മറ്റുള്ളവരുടെ അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ ലഭിക്കും. ആരോഗ്യപരമായി സമയം വളരെ അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത്. കുടുംബത്തിൽ സന്തോഷവും സുഖവുമൊക്കെ ഉണ്ടാകും. എല്ലാ കാര്യത്തിലും സഹോദരങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും. സഹോദരങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നു. മാതൃകുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കും. ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം വളരെ അനുകൂലമായിട്ടാണുള്ളത്. പൂർവിക സ്ഥലത്ത് തന്നെ വീട് കെട്ടാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും അനുഭവിക്കാൻ കഴിയും. കോടതി, വഴക്ക്, പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയം ഉണ്ടാകും. സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കും. സമൂഹത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കും. അപ്രതീക്ഷിതമായി ചില സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള ഇടയുണ്ടാകും. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും. എല്ലാ കാര്യത്തിലും തൃപ്തിയുണ്ടാകും. സംഘങ്ങൾ, ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഒത്തുവരും. തൊഴിൽ മൂലം അന്തസ്സും സൽപ്പേരും വന്നു ചേരും. പൊതുവെ ഈ മാസം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ രാശി ലഗ്നക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.